പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ കാലാവസ്ഥ, അതായത് പല സ്ഥലങ്ങളിൽ നല്ല ചൂടാണ്, വിദേശ നാടുകളിൽ. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നല്ല തണുപ്പും മഴയും അല്ലേ? അവിടെ പള്ളിയിലൊക്കെ പോകാൻ സാധിക്കുന്നുണ്ടോ? പള്ളിയിൽ പോകാനായിട്ട് മടി കാണിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ തണുത്ത് ഉറച്ചു പോവും. അതുകൊണ്ട് ചൂട് പിടിപ്പിക്കണം. നമ്മുടെ ആത്മാവിനെ നമ്മൾ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ എൻ്റെ സാക്ഷിയൊക്കെ കേട്ടിട്ട് നിങ്ങൾ തരുന്ന അഭിപ്രായത്തിനും സ്നേഹത്തിനും നിങ്ങളുടെ ആ ഒരു കരുതലിനുമൊക്കെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പല മക്കളുടെയും ആവശ്യപ്രകാരം, കാരണം ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥനാ രീതികളാണ് ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. എൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ ഒരിക്കലും തീരില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ ജീവിതാനുഭവത്തിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കരുതലുള്ള തമ്പുരാന്റെ സ്നേഹം, അതുപോലെ എൻ്റെ ആക്സിഡന്റിൽ എനിക്ക് ഈശോ തന്ന നല്ല 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 സൗഖ്യം നിറഞ്ഞ മേഖലകൾ 2 പോയിന്റ് കൂടെ ഞാൻ ഇനി ഇടാനുണ്ട്. അത് ഞാൻ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ അതിനോടിടയിൽ നിങ്ങൾ കുമ്പസാരിച്ച് ഒരു വിശുദ്ധീകരണം വേണമെന്നൊരു തോന്നല്. ഒന്ന് കുമ്പസാരിക്കണ്ടേ? നമ്മുടെ പാപത്തിന്റെ വേരുകളെയൊക്കെ ഒന്ന് പറിച്ച് കളയണ്ടേ? ഈശോ നമ്മളിൽ നിന്ന് പലപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ഇഷ്ടം എപ്പോഴും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. നമ്മൾ പല മേഖലയിൽ നിന്നും മാറാതിരുന്നാലേ നമുക്ക് വളരാനാവത്തില്ല. ബേസിക്കായുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മളെ അലട്ടുന്നത്. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ബൈബിളിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു വരുമ്പോൾ പല പുസ്തകങ്ങൾ നമ്മൾ നല്ല ആത്മീയമായ നിറവ് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. ചില അനാചാരങ്ങളിൽ മാറ്റം നമുക്ക് വരുത്തണം, ഇല്ലേ? അത് വേണ്ടേ? ചില അനാവശ്യ ബന്ധങ്ങളെ നമ്മൾ മാറ്റിക്കളയണം. ഈ മാറ്റങ്ങളെക്കുറിച്ചും ഒരു നല്ലൊരു ബോധ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് നല്ല കുമ്പസാരത്തിനുള്ള ഒരു ഒരുക്ക പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ അത് നേരത്തെ ചാനലിൽ കിടപ്പുണ്ടായിരുന്നു. അത് അത്രത്തോളം ആർക്കും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പലരും കുമ്പസാരത്തെക്കുറിച്ച് ഒരുക്ക പ്രാർത്ഥന വേണം എന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് അതുകൂടെ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ നല്ലതുപോലെ നിങ്ങളൊന്ന് നമ്മുടെ പാപത്തിന്റെ വേരുകളൊന്ന് പറിച്ച് കളയണം. പല രീതിയിലും എൻ്റെ ജീവിതത്തിന്റെ പല മേഖലയിലും ഞാനല്ലാതായി മാറിയത്, എൻ്റെതാകുന്ന പല ദുശീലങ്ങൾ ഞാൻ എടുത്തു മാറ്റിയതാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് എപ്പോഴും അവൾ ആഗ്രഹിക്കുന്നത് സന്തോഷം നിറഞ്ഞ നല്ലൊരു കുടുംബജീവിതം, സ്വന്തമായി ഭർത്താവ് സ്വന്തമായിരിക്കണം, കുടുംബം സ്വന്തമായിരിക്കണം, അല്ലേ? ആ ഒരു സ്വാർത്ഥതയില്ലാത്ത മക്കൾ ആരുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര നിങ്ങളെക്കാളൊക്കെ സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എപ്പോഴും ഭർത്താവ് എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കണം, എൻ്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. പല പുസ്തകങ്ങളും വായിച്ചതിന്റെ വെളിച്ചത്തിലാകാം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് വന്ന ചില മാറ്റങ്ങളാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോഴെനിക്കൊരു രസം തോന്നി, ഇങ്ങനെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ, നമുക്ക് വളരാനും പറ്റുള്ളൂ. അമ്മയുടെ ഉദരത്തിൽ, അതായത് ആ പ്രസവത്തോടു കൂടി ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിയുമ്പോൾ വാവിട്ട് കരയുന്ന തന്നെ, അവൻ ആ സുരക്ഷിതമായ സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അവന് ആ ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വളർച്ച വേണ്ടേ? ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചു നോക്കി, ആ കുഞ്ഞ് പിന്നീട് സ്റ്റെപ്പായിട്ട് വളരുന്നതുകൊണ്ട് ഇങ്ങനെ വളർച്ച നമ്മുടെ എല്ലാ ജീവിത മേഖലയിലും വളരണം. നമ്മളെല്ലാവരും നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. ഞാനൊക്കെ ഒത്തിരി മാറേണ്ട രീതിയിൽ മാറിയത് കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ജീവിതത്തിൽ നല്ലതുപോലെ നിങ്ങൾ നല്ല നല്ല പാട്ടുകൾ, ഈശോയുടെ നല്ല നല്ല പാട്ടുകൾ, അർത്ഥമുള്ള പാട്ടുകൾ കേൾക്കണം. അതുപോലെ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സമയം കിട്ടുമ്പോൾ വായിക്കണം. നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടണം. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ നല്ല നല്ല അനുഭവങ്ങൾ. കാരണം എൻ്റെ കൂട്ടിലെ ഏറ്റവും കൂടുതൽ നല്ല വിശുദ്ധരായ വൈദികര്, അല്ലെങ്കിൽ നല്ല വിശുദ്ധരായ സിസ്റ്റേഴ്സൊക്കെ ഒത്തിരി എപ്പോഴും നല്ല രീതിയിൽ നമ്മളെ നയിക്കാൻ പറ്റുന്ന കൂട്ടുകെട്ട്, അതൊരു ദൈവം തന്ന ഒരു ദാനം തന്നെയായിട്ടാണ്. അല്ലാതെ സാധാരണ ആത്മാരും ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് എനിക്ക്. അതെല്ലാം നല്ല ആത്മീയതയിലുള്ള കൂട്ടുകാരാ. തല്ലിപ്പൊളിയായിട്ട് ആവശ്യമില്ലാത്ത സിനിമാ കഥ പറഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകളൊന്നും അന്നുമില്ല, ഇന്നുമില്ല ജീവിതത്തിൽ. അപ്പോഴേ എപ്പോഴും നമുക്ക് എന്നെപ്പോലെ തന്നെ പൂർണ്ണമായിട്ടൊന്നും ആകാൻ പറ്റില്ല. എന്നെക്കാളും നല്ല വിശുദ്ധ ഗുണമുള്ള നിങ്ങൾക്കും നല്ല ഗുണങ്ങൾ, ഒത്തിരി ക്വാളിറ്റി, എന്നിലില്ലാത്ത പല ക്വാളിറ്റി നിങ്ങളിലുണ്ട്. അപ്പോഴേ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകൾ, അതായത് മോശ വഴി ഈശോ നമുക്ക് എന്നൊരു ഉടമ്പടി, ആ 10 കൽപ്പനയ്ക്ക് വിരുദ്ധമായി നമ്മൾ ജീവിച്ചു വന്ന ചില മേഖലയിൽ നിന്നൊക്കെ ഒരു മാറ്റം നല്ലതുപോലെ നമ്മൾ വരുത്തണം. അപ്പോഴേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായ സമ്പത്ത്, പ്രാർത്ഥന കൊണ്ട് ശരിക്കും കെട്ടിവന്നൊരു മതിൽ പോലെ കെട്ടിവന്നൊരു ജീവിതമാണ് ഞങ്ങളുടെ. ആ നല്ല രീതിയിൽ നല്ലൊരു പൊസിഷനിൽ വന്നിട്ട്
എന്റേതാ. കാരണം ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ സ്വന്തമായിട്ടൊരു വീട് പോലും വെക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ഞങ്ങൾ ഒരു വീട് വെച്ചു, സഹോദരന്റെ വീട് വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതി അങ്ങ് ഡൗൺ ആയി ഞങ്ങള്. കാരണം അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പായിട്ട് കയറാൻ പറ്റിയില്ല. കാരണം നമുക്ക് സഹോദരങ്ങളെ സഹായിക്കാനൊക്കെ പറ്റും. സഹായിച്ച് ഞാൻ സഹോദരങ്ങൾ നമ്മുടെ കൂടെ മുന്നേ ഒരു ബലമായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. ഇപ്പോഴേ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ അനേകം മക്കൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ കേസ് കൊടുത്തിരിക്കും. പക്ഷെ ഞങ്ങളെങ്ങും ഒരു സ്ഥലത്തും കേസ് കൊടുക്കാനോ ഒരു കാര്യത്തിനും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളുടെ കണ്ണുനീരുകളും പരാതികളെല്ലാം തമ്പുരാന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു രീതിയിൽ, കാരണം അവരെ നമുക്ക് പൈസ തന്നിട്ട് അവരെ സഹായിക്കാൻ എന്നാ പറയണ്ടേ, ഒരു ഉപകരണമാക്കി. ഇത് മാത്രമേ ഞാൻ അതിന് ചിന്തിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് നല്ല വലിയൊരു വീട്ടിൽ കിടക്കാനുള്ള ഭാഗ്യം ഇല്ലായിരിക്കാം. കാരണം എനിക്ക് സ്വർഗം ഈശോ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തെ ജീവിതമല്ല, ഈ ലോകത്തെ സുഖമല്ല എനിക്കെന്നൊരു ബോധ്യം ഈശോ എനിക്ക് തന്നു. അതുകൊണ്ട് വലിയ മണിമാളിക വേണമെന്നോ വലിയ സെറ്റപ്പ് വേണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ആവറേജ് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം പോലെ എനിക്കുമുണ്ട് സ്വപ്നങ്ങൾ. നല്ല വീടുകൾ വേണം, കിടക്കണം, ഇരിക്കണം, നടക്കണം. ഒരു ആവറേജിലെ സ്വപ്നങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. കാരണം നമ്മൾ എല്ലാവരും എന്നാ പറയുന്നത്, ഒരു നേരത്തെ ഇച്ചിരി ഭക്ഷണത്തിന് വേണ്ടിയല്ല, ഒരു വയറിന് വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത്. നമ്മൾ സ്വരുക്കൂട്ടി ഒത്തിരി ഉണ്ടാക്കി വെക്കുന്നുണ്ട്, വലിയ വലിയ വീടുകളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്ന് വൃത്തിയാക്കാൻ പോലും എത്ര രൂപ നമ്മൾ കൊടുക്കണം പണിക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ചെറിയ, അതായത് വലിയ ആഡംബര ജീവിതത്തേക്കാൾ എപ്പോഴും നല്ലത് ഈശോ വസിക്കുന്ന ഒരു ഭവനം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇതാണ്, ഈശോ വസിക്കുന്ന ഒരു ഭവനം, ഈശോ സഞ്ചരിക്കുന്ന ഒരു വാഹനം, ഇതെല്ലാം വേണം നമുക്ക്. അപ്പോഴേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ തന്നെ ഓർക്കും, ഞാൻ തന്നെയാണോ ഇവിടെ വരെ എത്തിയത്. കാരണം പണ്ടാണെങ്കിൽ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം പറയും. എന്നെ ഒന്ന് അടിച്ചാൽ ഞാൻ ഒരു നുള്ളെങ്കിലും തിരിച്ചു കൊടുക്കും. ഇങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു ഞാൻ. പക്ഷെ ഈശോയുടെ ആ ഒരു സ്നേഹത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എന്നെ മാറ്റിമറിച്ചൊരു പുസ്തകം, പലരും ചോദിച്ചവരുടെ ക്രിസ്തു ലഹരി എന്നൊരു പുസ്തകം ഞാൻ വായിച്ചു. ആ ഒരു പുസ്തകം എന്നെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ച് കളഞ്ഞു. ഈശോ ഒരു ലഹരിയായിട്ട് മാറി. അങ്ങനെ പുസ്തക വായനയിലൂടെ അതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് ഈശോ നല്ലതുപോലെ എന്നെ മാറ്റിയെടുത്തു. ഒരു ക്രിസ്തു ഒരു ലഹരിയായിട്ട് വന്നു. പലപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഭർത്താവിനോട് എതിർത്ത് സംസാരിക്കും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വഴക്കിടുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം അവർക്കത് ചെയ്തു കൊടുത്തില്ലേ. കാരണം പലപ്പോഴും നമ്മൾ സന്തോഷിക്കേണ്ട, നല്ല നമ്മൾ സുഖമായിട്ട് ജീവിക്കേണ്ട ആ സുഖഭോഗത്തിന്റെ അതിന്റെ വീതം അവർക്ക് കൊടുത്തിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് തിക്തമായ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു പരിഹാസപ്പെട്ട മക്കളായിട്ട് വരുമ്പോൾ നമുക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലിരുന്ന ചോറ് നമ്മൾ വേറൊരു വ്യക്തിക്ക് ദാനം കൊടുത്തിട്ട് ആ ചോറ് കഴിച്ചിട്ട് നമ്മളെ കുത്തുക എന്ന് പറയല്ലേ, ആ ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു ഗതിയില്ലാത്ത പല മക്കളെയും വീട്ടിലെ പെരയ്ക്കകത്ത് കയറ്റി ഇരുത്തി ഭക്ഷണം കൊടുത്ത് വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവരൊക്കെ വിളിക്കുന്ന ചീത്തകൾക്കോ അല്ലെങ്കിൽ അവർ നമ്മളെ പറയുന്ന അപവാദങ്ങൾക്കോ ഒക്കെ ഒത്തിരി വേദനിപ്പിച്ച സമയങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മീതെ തമ്പുരാന്റെ ഒരു കരുതൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് എന്നെ കൂടുതൽ എനിക്ക് ബോധ്യം തരുന്നത്. കാരണം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാല്, ഈശോയെ പ്രതി പലതും നമ്മൾ സഹിച്ചാല്, ഈശോയെ പ്രതി പലതും നമ്മൾ ചെയ്താല് ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നുള്ളൊരു ബോധ്യം, വചനമൊക്കെ ഇപ്പോഴാണ് ജീവിച്ച് എൻ്റെ ജീവിതത്തിൽ മാംസം ധരിച്ച് എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത്. കാരണം വലിയ മാളിക വീടുകളിൽ അനുഭവിക്കുന്നതിനേക്കാളും സന്തോഷം അനുഭവിക്കുന്നത് ചെറിയ കുടിലിൽ കിടക്കുന്ന മക്കളാണ്. അപ്പോൾ പലപ്പോഴും ഇന്ന് രാവിലെ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വേദനിച്ചു പോയി. അതായത് ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഞാൻ രാവിലെ കുളിക്കാനായിട്ട് വരുമ്പോൾ എൻ്റെ കാല്, അതായത് വീടിൻ്റെ മേളിൽ ഈ ടൈലയിലൊക്കെ വെള്ളം വീഴുമ്പോഴേക്ക് തെന്നത്തില്ലേ, ശരിക്കും ഒരു നല്ല പോലെ ബുദ്ധിമുട്ട് ഒത്തിരി അനുഭവിച്ചു രാവിലെ. അപ്പോഴും ഞാൻ ഓർത്തു, ഈശോയെ എന്നാണ് ഒരു മാനുഷിക രീതിയിലേക്ക് എൻ്റെ ചിന്ത കടന്നു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, ദൈവമേ, എല്ലാ ആണുങ്ങളും കിടന്നുറങ്ങുമ്പോൾ, എല്ലാ കുടുംബങ്ങളും കിടന്നുറങ്ങുമ്പോൾ ഈ തണുത്ത് നല്ല പെരുമഴയുടെ ഇടയിലും പള്ളിയിൽ പോകാനായിട്ട് എൻ്റെ കുടുംബം കാണിക്കുന്ന ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ കുഞ്ഞും എൻ്റെ അമ്മച്ചിയൊക്കെ കാണിക്കുന്ന ആ ഒരു സ്നേഹം കണ്ടപ്പോൾ എൻ്റെ ആ ഒരു സഹനം സന്തോഷമായിട്ട് ഞാൻ എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എടുക്കണം. നമുക്ക് തരുന്ന കുറവുകൾ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ സങ്കടങ്ങള്, ആ സങ്കടങ്ങൾ ഓർത്ത് നമ്മൾ പിറുപിറുത്തിരിക്കാതെ അപ്പുറത്ത് വേറൊരു വഴിയിൽ നമുക്ക് തരുന്ന സന്തോഷത്തെ ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. അപ്പോൾ ഈ സങ്കടം നമുക്ക് മറക്കാൻ പറ്റും. എപ്പോഴും ഈ സങ്കടത്തെ ഓർത്ത് നിങ്ങൾ വിലപിച്ചിരിക്കരുത്. മദ്യപാനിയായ ഭർത്താവിനെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന, പല രീതിയിൽ പ്രാക്കും പല രീതിയിൽ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓർത്തോണം, ഇപ്പുറത്തെ ആ മദ്യപാനിയായ ഭർത്താവ് നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന ഒരവസ്ഥ. കുടുംബത്തെ നിങ്ങളെ പട്ടിണിക്ക് ഇടുന്നില്ലല്ലോ, കുടുംബം നോക്കുന്നില്ലേ നല്ലതുപോലെ, വസ്ത്രങ്ങൾ അണിയാൻ നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരുന്നില്ലേ,
അപ്പൊ ആ ഒരു നല്ല രീതിയിൽ വരുമ്പോഴത്തേക്ക് ആ മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ നിങ്ങൾ ജലധാര പോലെ നിങ്ങളുടെ കണ്ണുനീര് ഒഴുക്കിയാൽ ഈശോ നിങ്ങളുടെ ആ കൈ നീട്ടി നിങ്ങളുടെ കണ്ണുനീര് ഒപ്പും. അല്ലാതെ ആ മനുഷ്യനെ താറടിക്കാനോ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അതിനെ ഒരു അവഹേളന പാത്രമാക്കാനോ നിങ്ങൾ ശ്രമിക്കാതെ, എൻ്റെ ജീവിതത്തിലെ ഒരു സങ്കടം പോലും ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് അവർ കളിയാക്കേണ്ട ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം ഈ ഒരു സാക്ഷ്യം ഞാൻ ആ ചാനലിലേക്ക് ഇട്ടപ്പോഴാണ് പല മക്കളും എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന പോലെ അവർ അറിഞ്ഞിരുന്നത്. പക്ഷെ എത്രത്തോളം പുള്ളി മദ്യപിക്കാൻ സമയം ചെലവഴിച്ചോ, എത്രത്തോളം മദ്യപിക്കാൻ പുള്ളി പൈസ ചെലവഴിച്ചോ, അതിനേക്കാൾ 100 ഇരട്ടി ശക്തിയിലാണ് ഇന്ന് പള്ളിയിൽ പോകാനായിട്ട് ആ മനുഷ്യൻ കാണിക്കുന്ന തീവ്രത. പള്ളിക്കാര്യങ്ങൾക്ക് വേണ്ടി പൈസ കൊടുക്കാൻ മനുഷ്യൻ കാണിക്കുന്ന ആ ഒരു തീവ്രത, അത് ഒത്തിരി നമ്മൾ നല്ലതുപോലെ ചിന്തിക്കണം. നമുക്ക് പല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുമ്പോഴാണ് ഈശോയുടെ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. മക്കളെ, ഈ ഒരു രീതിയിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ശരീരത്തിലെ എൻ്റെ പാപത്തിന്റെ വേരുകളെ ഞാൻ പറിച്ചെറിഞ്ഞു. പല മേഖലകളിലും എനിക്ക് മാറ്റം ഞാൻ വരുത്തി. എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഞാൻ ആദ്യം മാറ്റം വരുത്തി. കാരണം എപ്പോഴും ഞാൻ പിറുപിറുക്കുന്ന, കുറ്റം പറയുന്ന അവസ്ഥ എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ നന്മ കാണാൻ എനിക്ക് പറ്റില്ല. ആരെക്കുറിച്ചും ഞാൻ നന്മ പറയില്ല. അങ്ങനെ ഒരു കുറവില് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഞാനൊരു കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ ഒരു മേഖലയിലും എൻ്റെ കുറവ് എവിടെ രണ്ടുപേര് കൂടിയാൽ ആ നിമിഷം ആര് കുറ്റം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ എല്ലാം താളോടിക്കാൻ കൂടി വരുന്നു. പക്ഷെ ഇതൊരു കുറവായിരുന്നു. എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങ് കൂടിയപ്പോൾ, എല്ലാ തരത്തിലും ഞങ്ങൾ ഡൗൺ ആയപ്പോഴും ഈശോയുടെ ഒരു പരിപാലനയാണെന്നൊക്കെ എനിക്കറിയാം. ഈ സഹനം തന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ആ ഒരു സമയത്ത് എൻ്റെ ഭർത്താവിലൂടെ ദൈവം ചെയ്തൊരു വലിയ ഉപകാരം ഞാൻ മറന്നു. കാരണം കിടപ്പാടമില്ലാഞ്ഞിട്ടും മറ്റൊരു വ്യക്തിക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ എന്നാ പറയണ്ടേ, ആ ദൈവ സ്നേഹത്തിന്റെ ആ അരൂപിയിലൂടെ ആ മനുഷ്യൻ ചെയ്തതാണ്. കാരണം എനിക്കതിനേക്കാൾ നല്ലൊരു സമ്പത്ത് ഈശോ കരുതി വെച്ച് എനിക്ക് നല്ലതുപോലെ ഉറപ്പുണ്ട്. കാരണം പലതും എനിക്ക് അങ്ങനെ എടുക്കാൻ ഞാൻ വൈകിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മുൻപ് അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ചേനായിരുന്നു. നമ്മൾ ഉടുക്കാതെ പോലും മറ്റുള്ളൊരു വ്യക്തിക്ക് ഉടുതുണി കൊടുത്താൽ അതൊക്കെ ഈശോ ചെയ്ത പരിപാടി. അതല്ല, ആ ഈശോയുടെ മനോഭാവത്തിൽ നമ്മളാകണമെങ്കിൽ ഒത്തിരി വളരണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചും ഒത്തിരി വളർന്നിട്ടൊന്നും എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ ആ ഹൃദയ വിശാലത, കാരണം ഇന്നും ഒരു പരാതി ആ സഹോദരനോട് ആ പുള്ളിക്കില്ല. പല സ്ഥലങ്ങളിലും കുഴികുത്തി പലപ്പോഴും നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ പുള്ളി ഇപ്പോഴും ആ പുള്ളിയുടെ ഒരു ശത്രു തലത്തിൽ തന്നെയാണ് ആ സഹോദരൻ നിൽക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇന്ന് പോലും ആ മനുഷ്യന്റെ കുറ്റം പറയാൻ ആ പുള്ളിയെ സമ്മതിക്കത്തില്ല. അതുപോലെ അത്രത്തോളം ദൈവസ്നേഹത്തിൽ വളർന്നു വന്നൊരു വ്യക്തി. അതായത് ഞാൻ ഒത്തിരി പുകഴ്ത്തുമല്ല, കാരണം അതിൽ ആ ഒരു നന്മയാണിത്, അതൊരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. കാരണം എന്നെ എവിടെ എല്ലായിടത്തും എന്നെ ഒറ്റപ്പെടുത്തുകയും ചെറുതാക്കുകയും എവിടെയെല്ലാം എന്നെ തള്ളിപ്പറയും, അവിടെയെല്ലാം മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മനുഷ്യൻ, ഈ സഹോദരനെ ഒരിക്കലും, കാരണം ഈ സഹോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളിയുടെ ദൈവത്തെ പോലെയാണ്. അത് കാണുമ്പോഴേക്കും എനിക്ക് അഭിമാനം, സ്വയം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അഭിമാനിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇത്, കാരണം എന്നെ ഒരു വ്യക്തി ചതിച്ചു കഴിഞ്ഞാൽ, അല്ലെ എന്നെ ഒരു വ്യക്തി വേദനിപ്പിച്ചാൽ, ഞാൻ 24 മണിക്കൂറിനുള്ളിൽ ആ മനുഷ്യനോട് എന്തെങ്കിലും പ്രതികാരം ചെയ്തിട്ട് ഞാൻ പുറകോട്ട് മാറും. പ്രതികാരം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ഇടിക്കുകയൊന്നുമില്ല, വേറൊന്നും ചെയ്യത്തില്ല. ഞാൻ എന്നാലും നീ അങ്ങനെ കാണിച്ചില്ലെന്ന് ഞാൻ ചോദിക്കും. പക്ഷെ ഈ മനുഷ്യന്റെ കാരണം കൂട്ടുകാര് കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തരമാണ് കൂട്ടുകാർ പറ്റിച്ചിരിക്കുന്നത്. സ്വന്തം കഴിവ് കൊണ്ട് ഉണ്ടാക്കി കെട്ടിപ്പൊക്കി വന്ന വലിയ വലിയ ഓഫീസുകളൊക്കെ കണ്ണിന്റെ മുന്നിൽ കൂടെ, അതായത് പറ്റിച്ചിട്ട് വെറും ഒരു ഒപ്പൊക്കെ ഇട്ട് പറ്റിച്ച് മേടിച്ച് ബിസിനസ് പുതുക്കാനെന്ന വ്യാജേനയൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് പോലും അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പോലും ആ പുള്ളി തയ്യാറാകാതെ വരുമ്പോൾ, ദൈവം പ്രവർത്തിക്കുന്നൊരു മനോഭാവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ വിശ്വാസം എവിടെയാന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ ഒന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. മക്കളെ, പലപ്പോഴും ഈശോയുടെ മനോഭാവത്തിൽ, കാരണം ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കാനാ, അത് മനസ്സിലാക്കാതെ ഈശോ കുരിശെ തറച്ച മക്കളാണ് നമ്മൾ. ഈശോയുടെ മനോഭാവം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ, ഈശോയുടെ സ്നേഹം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളൊക്കെ രക്ഷപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ജീവിത മേഖലയിൽ ആ 10 കൽപ്പനകൾ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറവുകൾ നോക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, മറ്റുള്ളവർ നന്മ കാണാൻ പറ്റാത്ത മേഖല ഉണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. മറ്റുള്ളവരെ നന്മ, ഏത് കുറവുള്ളൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയിലൂടെ ഏതെങ്കിലും ഒരു ചെറിയ നന്മ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം എൻ്റെ സഹോദരനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പല മേഖലകളും കടന്നു വരുമ്പോൾ, ഞാൻ രോഗിയായി കിടന്നപ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടൊന്ന് വിളിച്ചാൽ ഓടി വരും. കാരണം അതിനകത്ത് എന്ത് ക്രയവിക്രയം ചെയ്തു എന്ന് അത് ആ മനുഷ്യനും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും സംശയത്ത് ഒന്ന് മേടിച്ചുകൊണ്ട് തരാനായിട്ട്, ഒന്ന് വിളിച്ചാൽ ഓടി വരാനായിട്ട്, പലപ്പോഴും ഉപകാരപ്പെട്ട ആ ഒരു ഉപകാരം ഓർക്കുമ്പോൾ
10,000 തിന്മ ചെയ്തത് ഒരു നന്മ കൊണ്ട് ഞാൻ മൂടിക്കളയും. ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഏത് വേദനിപ്പിക്കുന്ന മക്കളാണെങ്കിലും ഏത് സഹോദരങ്ങളാണെങ്കിലും അവർ ചെയ്ത തിന്മയേക്കാൾക്കുപരി അവർ ചെയ്ത ഒരു നന്മയുണ്ടെങ്കിൽ അവരോടൊന്ന് ക്ഷമിക്കാനും മറക്കാനും നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ സ്വഭാവത്തിൽ ആദ്യം വരുത്തേണ്ട മാറ്റങ്ങൾ. പിന്നെ അതുപോലെ ചില അനാചാരങ്ങളിലെ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. കോപം നമ്മൾ ഒത്തിരി കൊണ്ടു നടക്കരുത്. നമുക്ക് പലപ്പോഴും കോപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈശോ തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ മേശയും കസേരയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ചാട്ടവാർ വീശിയത്, ആടുമാടുകളെ പുറത്താക്കിയതൊക്കെ ഒത്തിരി, അതായത് ഈശോ ആ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, അതായത് ഈശോ ആഗ്രഹിച്ചത് അനാവശ്യ ആചാരങ്ങളെ ഈശോ വെറുത്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആചാരങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം ആവശ്യമാണെന്ന് ഈശോ പഠിപ്പിച്ചിരുന്നു. അതാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. പരിസേരും നിയമത്തിനുമെല്ലാം അവൻ കണക്കറ്റ് പരിഹസിച്ചതുപോലെ അവരുടെ ചില ആചാരങ്ങളിൽ നിന്ന് അവർ പുറത്തു കടക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് നിങ്ങൾ പാത്രങ്ങളുടെ പുറം വൃത്തിയാക്കുന്നു, അകം വൃത്തിയാക്കാൻ മറക്കുന്നത് എന്തേ എന്ന ചോദ്യത്തിൽ ഒരു മാറ്റം ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു അനാവശ്യ ആചാരങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കളയാൻ തന്നെയാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം പരിശ്രമിച്ചത്. അത് ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചൊരു പോയിന്റ്. അത് ഫുള്ള് പറയും ഒത്തിരി സമയം ആകുന്നതുകൊണ്ട് എനിക്ക് ഫുള്ള് പറയാൻ പറ്റുന്നില്ല. അപ്പോഴ് അതായത് പൗലോസ് അനാചാരങ്ങൾ പൊളിച്ചെഴുതാൻ തന്നെയാണ് ശ്രമിച്ചത്. പൗലോസ് ലേഖ അങ്ങനെയാണ്. ഏത് പുസ്തകം ഞാൻ ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ചില അനാവശ്യ ബന്ധങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. കാരണം എൻ്റെ ജീവിതത്തിൽ പല ബന്ധങ്ങളും കയറി വന്നു എപ്പോഴും. അതായത് എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പല പാത്രങ്ങളും, കാരണം മഴ പെയ്താലും ഒരു 4-5 പാത്രങ്ങളും കാണും. ഇപ്പോൾ ഒരു പാത്രമേ ഉള്ളൂ. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ മേളിലെ എന്നാ പറയുക, ഒരു പെയിന്റ് ചെയ്യിച്ചു. വാർക്ക വെട്ടി ചോരുമ്പോഴത്തേക്ക് എന്തോ ഒരു പെയിന്റ് ചെയ്യുള്ളൂ. അത് ചെയ്യിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളമേ വീഴുന്നുള്ളൂ. അപ്പോൾ ഒരു പാത്രം മാത്രമേ എൻ്റെ വീടിൻ്റെ വാതിക്കൽ വെക്കുന്നുള്ളൂ. മറ്റത് നല്ല പോലെ കയറി വരുമ്പോഴേ കാണും. എൻ്റെ ചില സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് പരിഹസിച്ച് എന്നെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അറപ്പ് പോലും കയറി വരും. കാരണം മഴവെള്ളവും വിട്ട് ഒലിച്ചു കിടക്കുന്ന വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ എന്നെ പരിഹസിച്ച് നേരിട്ട് തന്നെ പരിഹസിച്ചു. അല്ലാണ്ട് അവര് എന്നാ പറയണ്ടേ, വേറെ ആരോടും അല്ല പറഞ്ഞു, നേരിട്ട് എന്നോട് തന്നെയാണ് പറഞ്ഞു. അപ്പോഴപ്പോൾ എനിക്ക് അതൊക്കെ ഒരു സന്തോഷമായിട്ട് എടുക്കാൻ പറ്റി. അവർക്ക് അങ്ങനെ അത് എന്നോടുള്ള സ്നേഹം കൂടുതലും കൊണ്ടാണ് കേട്ടോ. ഞാൻ മന്ദബുദ്ധി ആയതുകൊണ്ട് കണ്ടോ, സ്വന്തം ചേട്ടനും ചേച്ചിയൊക്കെ ഒരു മുടക്കില്ല, അവർ നല്ല വീട്ടിൽ കിടക്കുമ്പോൾ കൃപ വിട്ടൊലിച്ച് വീട്ടിൽ കിടക്കുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലൊക്കെ എന്നെ കുത്തിപ്പൊളിക്കുന്ന ചില മേഖലകൾ, അതായത് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ നമുക്ക് കയറി വരാം. ആ അനാവശ്യമായ ചില ആ ബന്ധങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൂട്ടുകാരുകൾ, അതായത് ഇപ്പൊ ഭർത്താവിന്റെ കുറ്റമൊക്കെ പറഞ്ഞ് മദ്യം കഴിക്കുന്ന ഒരു ഭർത്താവാകാം. ആ മകന്റെ കുറ്റം പറഞ്ഞ് നീ ആയതുകൊണ്ട് ഇങ്ങനെ സഹിച്ചു കിടക്കുന്നത്, അല്ല ഞാനാണ് കാണിച്ചു തരായിരുന്നു, അല്ല മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, അല്ലെ കുടുംബത്തെ അമ്മായിയമ്മ ഏതെങ്കിലും തരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനൊക്കെ ഞാനാണ് അങ്ങനെ കാണിച്ചതിനായിരുന്നു, ഞാനാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കൂട്ടുകെട്ടുകൾ നമ്മൾ നോക്കണം. നമ്മുടെ കൂട്ടുകെട്ടുകൾ എപ്പോഴും നമ്മൾ നോക്കണം. നമ്മളെ വളർത്താനാണോ അതോ തളർത്താനാണോ? ഓരോരുത്തരും അതായത് അവർ ചെയ്യുന്നത് എന്താണ്? നല്ലതല്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതം ദുരിതപൂർണമാകും. അത് ഒരു സംശയമില്ല. കാരണം പല മേഖലയിൽ നിന്നും ഞാൻ മാറിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ പലപ്പോഴും പല നല്ല നല്ല കാര്യങ്ങൾക്ക് എനിക്ക് മാറ്റം വരുത്താൻ പറ്റിയത്. ഒരു പള്ളി പോയാൽ പോലും ചില കൂട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അവിടെ എല്ലാം എൻ്റെ സന്തോഷത്തെ കെടുത്തുന്ന ചില മേഖലകളിലേക്ക് കടന്നു വന്നു. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി കയറി വരാൻ തുടങ്ങി. അതായത് ഞങ്ങളുടെ വീട്ടിലെ അമ്മയും ഞാനുമായിട്ട് യാതൊരു വഴക്കുമില്ല. എപ്പോഴും ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്. കാരണം കാര്യങ്ങളൊക്കെ പറയും. അമ്മച്ചി കാണിച്ച തെറ്റാണെന്ന് പറയും, അമ്മച്ചി അത് ചെയ്ത തെറ്റാൻ തന്നെ തീർത്ത് പറയും, അമ്മ എന്നോടും പറയും. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾക്ക് തിരുത്തലുകൾ ഉണ്ടായിരുന്നു, ഒരു യോജിൻ്റെ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എൻ്റെ ജീവിത പങ്കാളിക്കും അത് ചേട്ടനും അമ്മായിപ്പനും ഒക്കെ ഉള്ളൊരു സങ്കടമാണ്. ഞാനും അമ്മയായിട്ട് അടി വെക്കുന്നില്ല എന്നുള്ളത്. നാട്ടുകാർക്കൊക്കെ ഉള്ളൊരു വിഷമാണത്. പക്ഷെ അവിടെ ഞങ്ങൾ തങ്ങളിലൊരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ട്. എന്ത് കാര്യം വന്നാലും ഇത് വൈകുന്നേരം അമ്മയോട് പറയാൻ അമ്മ പോട്ടെ, എൻ്റെ ദേഷ്യം കൊണ്ടാ, ചെന്ന് ക്ഷമ പറയാനും നാണമില്ലാതെ ക്ഷമ പറയാനും പറ്റും. ഞാൻ നാണമില്ലാതെ ക്ഷമയും പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആ ഒരു മേഖലയിലൊക്കെ നമ്മളെ എതിർത്ത് വരും. എന്തിനാണ് അമ്മ കഷ്ടപ്പെട്ട പൈസ അങ്ങോട്ട് കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാക്കിയ പൈസ മുഴുവൻ അങ്ങോട്ട് കൊടുത്തില്ലേ, ഇതെല്ലാം കൊടുത്തിട്ട് നിനക്ക് എന്നെ പുണ്യം കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയിലേക്ക് നമ്മൾ പോകും. നേരെ മറിച്ച് നമ്മുടെ കൂട്ടുകാർ പറയുക, കൃപ അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റിയല്ലോ, ദൈവത്തിന്റെ നാമത്തെ ഈശോയെ പ്രതി നിനക്ക് അത്രയും ചെയ്യാൻ പറ്റിയല്ലോ, അത് ഭയങ്കര ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സുഹൃത്ത് നല്ലതാണ്. അങ്ങനത്തെ സുഹൃത്തുക്കളെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം എനിക്ക്. അപ്പോഴ് 1-2 സുഹൃത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അത് എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ പലരും.
അപ്പൊ ഈ ഒരു മേഖലയില് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നല്ല കാര്യങ്ങൾ സംസാരിക്കണം, നല്ല ഓർമ്മകൾ മെനഞ്ഞെടുക്കാനുള്ള നല്ല കൂട്ടുകെട്ട് ഒന്ന് ക്രമീകരിച്ചെടുക്കണം. അതുകൊണ്ട് ഈശോ ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ചില സംസാര രീതികൾ, ആവശ്യമില്ലാത്ത ചില വൈരാഗ്യ ബുദ്ധികൾ, ഇതെല്ലാം മാറ്റിയെടുക്കണം. നമ്മളിതൊന്നും വെച്ചുകൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ മനസ്സെപ്പോഴും ക്ലിയർ ആക്കണം. നമ്മൾ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിടുന്ന വസ്ത്രങ്ങൾ പോലും നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് എല്ലാം നല്ലതുപോലെ വൃത്തിയുള്ളതായിരിക്കണം. ഞാൻ എപ്പോഴും നോക്കുക, ഒരു കീറി പൊളിഞ്ഞ തുണി ചുരിദാറൊക്കെ ആണെങ്കിലും ഞാൻ തയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ എൻ്റെ അകത്തിടുന്ന ഡ്രസ്സുകൾ എപ്പോഴും ഞാൻ നീറ്റായിട്ട് ഇടാനാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം അതുപോലെ എൻ്റെ ഉള്ള് പലപ്പോഴും ഞാൻ തലമുടി ചെയ്യില്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശോ ഞാൻ വിശുദ്ധനായിട്ട് കൊണ്ടു നടക്കും. അപ്പോൾ അതുപോലെയൊക്കെ ഒരു മാറ്റം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് കുമ്പസാരത്തിന് വേണ്ടിയിട്ട് നോക്കാം. ഇനി എല്ലാം എന്നാ പറയണ്ടേ, കള്ളു കുടിക്കുന്നവരാണെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് മാറ്റം വരുത്തണം. മറ്റുള്ളവർ കുറ്റം പറയുന്നവരാണ്, അതിൽ നിന്ന് മാറ്റം വരുത്തണം. മറ്റുള്ളവർ വളർച്ചയിൽ അസൂയുള്ള വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. മറ്റുള്ളവരെ നന്മ പറയാൻ നമ്മൾ ശ്രമിക്കണം. ഈ 10 കൽപ്പനകൾ, നിന്റെ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതായത് അതിൻ്റെ എല്ലാം അർത്ഥം, അതായത് നിങ്ങൾക്ക് അറിയാലോ, പ്രമാണ ലംഘനം 10 പ്രമാണങ്ങൾ എടുത്തിട്ട് അതിനെതിരായിട്ടുള്ള നമ്മൾ ഏതെല്ലാം മൂലപാപങ്ങളെ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല മേഖല കൊതി ആശയുടെ പല രീതിയിൽ നമുക്ക് അസ്വസ്ഥപ്പെടുന്നത്. ആ മേഖലയൊക്കെ ഒന്ന് നോക്കി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടേക്കാണ് ഇനി ഞാൻ മാറ്റം വരുത്താനുള്ളത്. ഈ 10 പ്രമാണങ്ങളിലൂടെ ഞാൻ ചെയ്ത തെറ്റുകൾ, അവളിലൂടെ എനിക്ക് എവിടെയെല്ലാം മൂലപാപങ്ങളുണ്ട്. ആ മൂലപാപങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ആ മൂലപാപങ്ങൾ നമ്മൾ ക്രമമായിട്ടൊക്കെ ഓർക്കണം. അതിനെ മൂലപാപങ്ങൾ അകറ്റി നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റിയാലേ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ലോകത്ത് നമുക്ക് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതെല്ലാം എളുപ്പമാർഗ്ഗം മൂലപാപങ്ങൾക്കെതിരായുള്ള പുണ്യങ്ങൾ അഭ്യസിക്കണം. അപ്പോൾ ഞാൻ ചെയ്തത്, എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു പലപ്പോഴും കേട്ടോ. ചേട്ടന് വീട് വെച്ച് കൊടുത്ത് ഭയങ്കര അഹങ്കാരമായിരുന്നു. അവനേലും പറഞ്ഞാൽ ഞങ്ങൾ കാരണമല്ലേ, ഞാനൊന്ന് മനസ്സ് വെച്ചത് കൊണ്ടല്ലേ നീ ഇന്ന് വലിയ വീട്ടിൽ കിടക്കുന്നതെന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തിക്കും. പലപ്പോഴും അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ അവിടെയൊക്കെ ഞാൻ എളിമപ്പെടാൻ ആഗ്രഹിച്ചു. കാരണം പലപ്പോഴും ഈശോയെ നീ അങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ എന്നെ അനുവദിച്ചല്ലോ, എളിമപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതുപോലെ ദ്രവ്യാഗ്രഹം, ഔദാര്യം, ആ ദ്രവ്യാഗ്രഹം എനിക്കില്ലായിരുന്നു. ആ ദ്രവ്യാഗ്രഹം ഉള്ളവർ അവിടെ ഔദാര്യത്തോടുകൂടി ഇടപെടാൻ നോക്കണം. പിന്നെ പല വസ്തുക്കളോടും മോഹം ഉണ്ടെങ്കിൽ എനിക്ക് ആ മോഹമൊന്നും ഇല്ലായിരുന്നു. ആ മോഹമൊക്കെ ഉള്ളിടത്ത് അവിടെ നിന്ന് അടക്കം ചെയ്യാൻ പഠിക്കണം. ആ മോഹം അടക്കം കേട്ടോ. അതുപോലെ കോപം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലപോലെ കോപം ഉണ്ടായിരുന്നു. അവിടെ കോപിക്കുന്ന മനുഷ്യൻ നമ്മൾ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ കുരിശെ കിടന്നു, കുരിശിലോട്ട് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ കുരിശേന്ന് കിട്ടും. കാരണം നിസ്സഹായനായി കിടക്കുന്ന ഈശോ ദൈവപുത്രനാണെന്ന് ഓർത്തോണേ. നിസ്സഹായനായിട്ട് കിടക്കുന്ന ഈശോ, അത് കണ്ടാൽ മതി. പിന്നെ കൊതി മിതഭോജനം, അത് ചില രീതിയോടൊക്കെ എനിക്ക് കൊതിയൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞാനൊന്ന് ഭക്ഷണം ക്രമീകരിച്ചു. ഭക്ഷണം മാത്രമല്ല, ഒത്തിരി സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനൊന്ന് മിതഭോജനം, അതായത് മിതമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചില കാര്യങ്ങൾ ഇച്ചിരി ആഡംബരമൊക്കെ കയറി വന്നപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് ഒത്തിരി ബസ്സിനൊക്കെ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യേണ്ട ചില കാര്യങ്ങൾ വരും. അപ്പോൾ ഞാൻ ഇച്ചിരി നടന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങളിൽ, അതായത് മിതമായിട്ട് ചില കാര്യം, ഒത്തിരി ചെയ്യേണ്ട ചില കാര്യങ്ങളെല്ലാം മിതമായിട്ട് ചെയ്യാൻ നോക്കി. മടിയുണ്ടായിരുന്നു. മടിയുള്ള കാര്യങ്ങൾ, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മടിയുള്ള കാര്യം, മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പള്ളിയിൽ പോകാനായിരിക്കും മടി വരുന്നത്. അപ്പോൾ പള്ളിയിൽ പോകാൻ മടിയുള്ളവർ 100 ഇരട്ടി ശക്തി പള്ളിയിൽ പോകാനുള്ള ശ്രമം ഉണ്ടാക്കണം. അപ്പോൾ അസൂയ, എനിക്കില്ലായിരുന്നു. ഈ ഒരു അസൂയ ഇല്ലായിരുന്നു കേട്ടോ. കുറ്റം പറയുകയൊക്കെ എങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയയില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ മൂലഭാവങ്ങൾക്കും അവയ്ക്കെതിരായ പുണ്യങ്ങളും കൂടെ അഭ്യസിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കുമ്പസാരത്തിനുള്ള ഒരുക്കമായി. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിങ്ങൾ നല്ലതുപോലെ ഒരുങ്ങണം. ഇനി നമ്മൾ കുമ്പസാരത്തിനുള്ള ഒരുക്കം ചെയ്യാൻ പോവാണേ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിച്ച് എൻ്റെ പാപങ്ങളെ ഓർമ്മിപ്പിച്ച് അവയെപ്പറ്റി മനസ്തപിച്ച് ഏറ്റുപറയാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, എൻ്റെ പാപാവസ്ഥയെ അങ്ങേക്ക് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അവയെല്ലാം എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ പാവങ്ങൾ ഏറ്റുപറയുവാനും വീണ്ടും പാപം ചെയ്യാതിരിക്കാനും അമ്മ ഈശോയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. എൻ്റെ പേരിൻ്റെ വിശുദ്ധയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിക്ക പ്രവാചകന്റെ പുസ്തകം 7:19 അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും.
ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. അതുകൊണ്ട് നമുക്ക് പുതിയ സൃഷ്ടിയാകാനൊക്കെ പറ്റും. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ വീണ്ടും ഈശോ പറയുന്നുണ്ട്, ഏശയ്യ 1:18 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇപ്പോഴേ ഭാര്യയെ പറ്റിച്ചിട്ട് വേറൊരു സ്ത്രീയായിട്ടൊരു ബന്ധത്തിന് നിങ്ങൾ പോയിന്ന് വെക്ക്, അല്ലെ ഭർത്താവിനെ പറ്റിച്ചിട്ട് വേറൊരു കാമുകന്റെ അല്ലൊരു ബോയ് ഫ്രണ്ടിനെ തപ്പി നിങ്ങൾ പോയെങ്കിൽ അത് കുറ്റബോധമല്ലേ? എപ്പോഴും പേടിപ്പെടുത്തേണ്ട ചിന്തയല്ലേ? നിങ്ങൾ ഭർത്താവിനോട് പറയണം, എൻ്റെ മനുഷ്യ പറ്റിപ്പോയി മനുഷ്യ എന്ന് പറയാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടികൊള്ളും കേട്ടോ. അങ്ങനെ ഇളക്കരുത്. ഈശോയുടെ മുന്നിലൊന്ന് പറയണേ, ഈശോയെ ഞാൻ പോയ വഴിയിൽ എന്നെ ഒന്ന് ഈശോ എന്നെ ഒന്ന് ക്രമീകരിച്ച്, ഈശോയുടെ തിരക്തം ഒഴുക്കി എന്നെ ഒന്ന് കഴുകി കളഞ്ഞ് എന്നെ വിശുദ്ധീകരിച്ച് നല്ലതുപോലെ ഒന്ന് ഒരുങ്ങിയിട്ട് ഒന്ന്, അതായത് കുമ്പസാരി നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇതാണ്. കുമ്പസാരിക്കുന്ന മുൻപ് നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇതാണ്, ഞാൻ ആ പാപത്തിലേക്ക് ഇനി പോകില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് നമ്മൾ കുമ്പസാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആ വ്യക്തിയിൽ ആ ബന്ധത്തിലേക്ക് ഞാൻ പോകില്ല. അങ്ങനെ മൊബൈലിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളോ നമ്പറുകളോ കിടക്കണം, അത് അന്നേരം ഡിലീറ്റ് ചെയ്ത് കളയാനും നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടത് നമ്പർ ബ്ലോക്ക് ചെയ്ത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം, ആണുങ്ങളായാലും പെണ്ണുങ്ങളാണെങ്കിലും. പിന്നെ ഭാര്യയിൽ നിന്ന് അകന്നുപോയ 100 ഇരട്ടി ശക്തിയിൽ സ്നേഹത്തോടു കൂടി ആ ഭാര്യയെ സ്നേഹിക്കാൻ, അവളെ പരിചരിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ അറിയാനായിട്ട് ഒരു ഭർത്താവ് തുനിഞ്ഞിരിക്കണം, സ്നേഹത്തോട് നിറഞ്ഞു നിൽക്കണം. ഭാര്യയാണെങ്കിലും അങ്ങനെ തന്നെ, ഭർത്താവിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ 100 ഇരട്ടി ശക്തിയിൽ ആവശ്യമില്ലാത്ത ചിന്ത, നമ്മൾ എന്നെയും നമ്മളെ ഈശോ കൈപിടിച്ചേൽപ്പിച്ചൊരു പങ്കാളിയാണ്. ആ ആത്മവഞ്ചന ചെയ്തതിന് കുറ്റബോധത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടത്, കുറ്റബോധത്തോട് നീറി നിങ്ങൾ പുകഞ്ഞു തീരുവല്ല ചെയ്യേണ്ടത്. ആ ഭാരം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇറക്കി കളയണം. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ അത് ഏറ്റു പറയണം. അവിടെ നിങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴേ ഈശോ നമുക്ക് വീണ്ടും തരുന്നൊരു വാക്കുകളാണ്. നിങ്ങൾ എന്ത് പാപം ചെയ്ത മനുഷ്യരാണെങ്കിലും, ഏത് ബിസിനസ്സിലോ ഏത് വ്യക്തിപരമായ ജീവിതത്തിലോ ആത്മീയതയിലോ എന്ത് കള്ളത്തരം ചെയ്താലും നിങ്ങൾ ഏറ്റു പറഞ്ഞ് ആ പാപത്തിലേക്ക് ഇനി പോകാൻ എന്നെ അനുവദിക്കരുത് കർത്താവേ. ഇപ്പോഴും നമ്മുടെ വീടിന്റെ പുറകിൽ കൂടെ നമ്മൾ അങ്ങ് നടന്നു പോകുന്ന വഴിക്കാണ്, ആ ഒരു വഴിയിലേക്കാണ് നമ്മൾ പോകുമ്പോൾ പാപം ചെയ്യേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ ആ വഴിയിലേക്ക് അധികം സഞ്ചരിക്കാതിരിക്കുക. നമ്മൾ നല്ല വഴിയിലേക്ക്, അതായത് ആൾ സഞ്ചാരമുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ ഇടം കണ്ടെത്തണം. പിന്നെ മൊബൈൽ ഫോണിലൂടെ ആണെങ്കിൽ ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഒന്ന് എന്നാ പറയണ്ടേ, മിതമായിട്ട് അവിടെ ഉപയോഗിക്കാൻ തുടങ്ങണം. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചൊരു തീരുമാനം എടുത്തു വരുമ്പോൾ ഈശോ ഏശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 18-19 വചനത്തിൽ ഈശോ പറയുന്നത്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കണ്ടോ, നിങ്ങളുടെ കുടുംബത്തെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ നല്ലൊരു ജീവിത രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അവിടെ അഭിഷേകത്തോട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ ഈ നിമിഷം നിങ്ങളൊന്ന് കുമ്പസാരിച്ച് അഭിഷേകത്തോട് ജീവിക്കാൻ എല്ലാ പാപമാലിന്യങ്ങളും കഴുകിക്കളയാൻ നിങ്ങൾക്ക് പറ്റും. സങ്കീർത്തനം 32:5 എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിക്കുന്നു ഈശോ. സങ്കീർത്തനം 32:5 വചനമാണ്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയും. ഈ കുമ്പസാരം എന്ന കൂദാശയിലൂടെ സകല പാപക്കറകൾ നിങ്ങൾ കഴുകി കളയാൻ ശ്രമിക്കണം. നമുക്കൊന്ന് ആത്മശോധന ചെയ്യണം കേട്ടോ. എത്ര നാളായി കുമ്പസാരിച്ചിട്ട്? ഞാൻ ഈ കള്ളത്തരമൊക്കെ വെച്ചാണല്ലോ കുമ്പസാരിച്ച്. മാരകമായ പാവങ്ങളുണ്ട്, അവർ നമ്മൾ നല്ലതുപോലെ ഏറ്റു പറയാൻ പഠിക്കണം. അതായത് പങ്കാളിയെ ഇട്ടിട്ട് കട്ടത് ഞാൻ പോയിട്ട് അത് മാരക പാവം തന്നെയാണ്. അത് കണ്ണടുപ്പിക്കുന്ന ഭാര്യയുടെ കണ്ണ് മാത്രമേ നിങ്ങൾക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ, ഭർത്താവിന്റെ കണ്ണല്ലേ മക്കളുടെ കണ്ണ്, നാട്ടുകാരുടെ കണ്ണും വേണമെങ്കിൽ അടയ്ക്കാം. പക്ഷെ എങ്കിലും ആരെങ്കിലും കാണും നിങ്ങൾ കട്ടത് ഞാൻ പോകുമ്പോൾ. പക്ഷെ ദൈവത്തിന്റെ കണ്ണടച്ചാലും കണ്ണു തുറന്നിരിക്കുന്ന ഒരു ദൈവം നിന്റെ മുന്നിലിടുന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഒരു മേഖലയിലെ കറകളൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാല്, ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇടപെട്ടാൽ ഈശോ ഇടപെടും. ഇനി നമുക്ക് കുമ്പസാരത്തിനുള്ള ജപം ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ കുമ്പസാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന പാപമങ്കുരമായ ജീവിതത്തിൽപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് നിന്ന് മോചനം കിട്ടും. ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക്. ഇനി നമുക്ക് കുമ്പസാരത്തിനുള്ള ജപം ചെയ്യാമേ. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ, അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും
പ്രവൃത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ, അങ്ങയോട് ഞാൻ നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് കുമ്പസാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് ഇനി ചെയ്യേണ്ടത്. ഒത്തിരി സ്നേഹത്തോടുകൂടി നല്ലതുപോലെ നിങ്ങൾ ആത്മശോധനയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ കുമ്പസാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അഭിഷേകത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തണം. ദൈവസ്നേഹത്തിൽ നിറയട്ടെ. ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം ഈ കുമ്പസാരത്തിലൂടെ നിങ്ങൾക്ക് വിശുദ്ധിയോടുകൂടി വിശുദ്ധി നേടിയെടുക്കാൻ പറ്റും. ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ചേർത്ത് നമ്മുടെ എല്ലാ മേഖലയിലും നമ്മൾ പ്രാർത്ഥിച്ച നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങളെല്ലാം ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മനസ്സാപ്രകടനം ചൊല്ലാം. ആത്മാർത്ഥതയോടുകൂടി പാപത്തെ വെറുത്തുകൊണ്ട് വേണം ഈ മനസ്സാപ്രകടനം നമുക്ക് ചെല്ലേണ്ടത്. നമ്മൾ ഇനി മേൽ പാപം ചെയ്യയില്ല, ഒരു ദൃഢപ്രതിജ്ഞ നമ്മൾ എടുത്തിരിക്കണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനും മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുവാനും ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധത പ്രകടിപ്പിക്കുവാനും വേണ്ട കൃപ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.